സ്ത്രീ 2 എനിക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സിനിമ. അതിലുപരി ഇവരുടെ ഒരു ഹൊറർ കോമഡി ഫ്രാഞ്ചൈസ് ഉണ്ട്. ഇപ്പോൾ സ്ത്രീ ആയാലും ഭേടി ആയാലും മൂഞ്ചി ആയാലും ഇപ്പം അവസാനമായിട്ട് സ്ത്രീ 2. ഇത് നാലും മാഡോക് ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന ഈ ഒരു ഹൊറർ കോമഡി യൂണിവേഴ്സ് എനിക്ക് സ്ത്രീ 2ലും ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. അതിലുപരി ഇനി അവരുടെ വരാൻ പോകുന്ന ഫ്യൂച്ചർ സിനിമകൾ ഇപ്പം സ്ത്രീ 2 കാണുമ്പോൾ നമുക്കതിനെപ്പറ്റി കുറച്ചുകൂടി ധാരണ കിട്ടും. അതിന് മുന്നേ തന്നെ ഇത് ഒരു ഉറപ്പായിട്ട് ഫ്യൂച്ചറിൽ വന്നൊരു സെറ്റപ്പ് ആവുമെന്ന് ഉറപ്പുള്ള ഒരു യൂണിവേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയിലാണ് സ്ത്രീ 2വിന് കാത്തിരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വൻ കിഡിലൻ ഐറ്റമാണ്, കുറേ ചിരിക്കാനും ഒക്കെ ഉള്ളതാണ്. ഒരു ടോട്ടൽ പാക്കേജ് എന്ന് തന്നെ വേണം പറയാമായിരുന്നു. നമുക്ക് മലയാളത്തിലൊക്കെ വന്നാൽ ഉറപ്പായിട്ടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ളൊരു സിനിമയാണ് സ്ത്രീ 1. അപ്പോൾ സ്ത്രീ 2 ഇന്ന് ഞാനിപ്പോൾ ഇയർലി പ്രീമിയർ ഷോ ആണ് കണ്ടത്. നാളെ തൊട്ടാണ് റെഗുലർ റിലീസ് 15-ന്. ഞാൻ 14-ന് 9:30 തൊട്ടുള്ള സ്പെഷ്യൽ പ്രീമിയർ ഷോ ആണ് കണ്ടത്. സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ സ്ത്രീ 1 പോലല്ല, കുറച്ചുകൂടെ വലുതാണ്. ഇൻ ടൈംസ് ഓഫ് ഡ്യൂറേഷൻ ആയാലും ശരി, ക്യാൻവാസ് ആയാലും ശരി, ഒക്കെ ബഡ്ജറ്റൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10x ഇരട്ടി കാണും ഫസ്റ്റിനേക്കാളും. ഡ്യൂറേഷൻ ആയാലും മറ്റേത് 2 മണിക്കൂറാണ്, ഇത് 2.5 മണിക്കൂറുണ്ട്. സിനിമ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ, സെക്കൻഡ് ഹാഫ് ഏകദേശം 1.5 മണിക്കൂർ, ആ ഒരു റേഞ്ചാണ്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫസ്റ്റ് ഹാഫാണ്, ഹൈലി എൻ്റർടൈനിങ്. മറ്റേ ഫസ്റ്റിലെ ഒക്കെ പോലെ തന്നെ അതിനും ഉപരി കുറേ കൂടെ കൗണ്ടറുകൾ, പിന്നെ ഫുൾ കോമഡികൾ, എല്ലാവരും കോമഡികൾ. രാജ്കുമാർ റാവു ആൻഡ് ഗ്യാങ് തകർത്തിട്ടുണ്ട്. ടൈറ്റിൽ ക്യാരക്ടറായ സ്ത്രീ ശ്രദ്ധാ കപൂർ ആണെങ്കിൽ പോലും രാജ്കുമാർ റാവു ആൻഡ് ഗ്യാങ് ആണ് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഉള്ളത്. തകർത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഞാൻ പറയാം, ഡ്യൂറേഷനും കുറവായി, കോമഡീസ് എല്ലാം വർക്ക് ആയതുകൊണ്ട് തന്നെ അടിപൊളി ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ആ ഒരു പ്രതീക്ഷത്തിലാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിന് ഡ്യൂറേഷൻ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് പടത്തിൻ്റെ ഒരു രീതി മാറും. അതായത് കോമഡി പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ കുറേ കൂടെ ഒരു വലിയ ഇതും VFXന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊക്കെ ആവും. പക്ഷേ അവിടെ തൊട്ട് പടം കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അപ്പോഴും സ്ത്രീ എന്നുള്ളതാണ് ഇതിലെ ടൈറ്റിൽ ക്യാരക്ടറെങ്കിൽ പോലും രാജ്കുമാർ റാവു ആണ് ഈ പടത്തിൻ്റെ സോള്. ഇതൊരു 100% രാജ്കുമാർ റാവു ഷോ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം അങ്ങനെ പോയി ഇതിലെ പ്ലസസ് ഞാൻ പറയില്ല, ഫസ്റ്റ് ഹാഫ് വരുന്ന കോമഡീസും പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. അത് സെക്കൻഡ് ഹാഫിലും ഉണ്ട്. പക്ഷേ മൈനസ് ഫുൾ സെക്കൻഡ് ഹാഫിലെ പല കാര്യങ്ങളാണ്. അതായത് VFX, അവസാന ഭാഗങ്ങളിലൊക്കെ VFX എനിക്ക് ഒട്ടും വർക്കായില്ല, കാർട്ടൂൺ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കുകൾ കുറേ പാട്ട് സിനിമയിലുണ്ട്, കൂടുതലും സെക്കൻഡ് ഹാഫിലാണ്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പാട്ടിലെ പോലെ അല്ല, നല്ല ഹിന്ദി പാട്ടുകളിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാട്ടുകളും എനിക്ക് ഈ സിനിമയിൽ തോന്നിയില്ല. പ്രത്യേകിച്ച് എൻ്റെ റെഡിസിലൊക്കെ 2 പാട്ട് ബാക്ക് ടു ബാക്ക്, അതായത് എൻ്റെ ഒരു സീനിൽ 2 പാട്ടുകൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊക്കെ ചുമ്മാ കുത്തിക്കയറ്റിയ പാട്ടുകൾ പോലെ തോന്നി. പിന്നെ ഒരു സുഖമില്ലാത്ത പാട്ടുകളായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് തീർത്തൊരു ആവറേജ് സ്ക്രിപ്റ്റാണ്. അതായത് ഈ ഫസ്റ്റ് പാർട്ടിൽ ഈ അബ്ഡക്ഷനും പരിപാടിയൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കുമായിരുന്നു. ഈ സെക്കൻഡ് പാർട്ടിലേക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ അതെന്തോ കാണിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഥയിൽ ഇവർ കാര്യത്തിലേക്ക് ഇറങ്ങി ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സോള് നഷ്ടപ്പെടുന്ന പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറേ കോമഡികൾ അസ്ഥാനത്തെ കോമഡികളായിട്ട് തോന്നി. കാരണം അവിടെ നിന്ന് അങ്ങനെ കോമഡി കാര്യമില്ല, അല്ലാതെ തന്നെ പോകായിരുന്നു എന്ന് തോന്നി. കോമഡി കുത്തിക്കയറ്റാൻ വേണ്ടി കയറ്റിയ പോലെയൊക്കെ തോന്നി. ഭാഗത്തൊക്കെ എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 4 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന 4 സ്റ്റാർ റേഞ്ചൊക്കെ കൊടുക്കാൻ ഒരു ഫസ്റ്റ് ഹാഫായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് അതിൻ്റെ പകുതി, ഒരു 2 റേഞ്ച് കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ് തോന്നിയത് 5-ൽ. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അതിൻ്റെ തന്നെ ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ റേറ്റിംഗ് ഈ സിനിമയ്ക്ക് 3/5 ആണ് ടോട്ടൽ. പിന്നെ കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസും പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ എന്താണെന്ന്, ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഈ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എനിക്ക് ഉള്ളായിരുന്നു. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റഡ് ആയ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. അത് വളരെ അനാവശ്യമായിട്ട് എനിക്ക് തോന്നി, ചുമ്മാ കുത്തിക്കയറ്റി പോലെയും തോന്നി. കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇത് ശ്രദ്ധാ കപൂറാണ് ഈ സിനിമയുടെ മാർക്കറ്റ്. പുള്ളിക്കാരിയുടെ സോളോ പടമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു രാജ്കുമാർ റാവു ഷോ തന്നെയാണ്. വേറെ ആർക്കും അതിനൊരു ഇതില്ല. പിന്നെയും പുള്ളിയുടെ ഗ്യാങ് ഉണ്ട്, പങ്കജ് ത്രിപാഠി, അങ്ങനെ അവരുടെ ഒരു ഗ്യാങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രദ്ധാ കപൂറിന് ഇതിൽ നിയർലി ഒരു 30 മിനിറ്റ്സ് ഇതേ ഉള്ളൂ, സ്ക്രീൻ ടൈമേ ഉള്ളൂ. ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോയിൽ എനിക്ക് തോന്നിയുള്ളൂ. ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുമ്പം രാജ്കുമാർ റാവുവിനാണ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.